Hi guys, once again welcome back. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കാണുക. ആർക്കൊക്കെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും? നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആർക്കൊക്കെയാണോ കൊടുക്കാൻ കഴിയുക അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് സെക്കൻഡ് സപ്ലിമെന്ററി കൊടുക്കാൻ വേണ്ടി. അതായത് കഴിഞ്ഞ സപ്ലിമെന്ററി അലോട്ട്മെന്റിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ അവർക്കാണ് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ എന്ന് മുതലേ കൊടുക്കാൻ സാധിക്കുക. നാളെ, അതായത് നാളെ 9-ാം തീയതി കൃത്യം രാവിലെ 10 മണി മുതൽ നമ്മുടെ വെബ്സൈറ്റിൽ എന്ത് വരും? ഇവിടെ ഒന്നുമില്ല. നമുക്ക് വെബ്സൈറ്റ് ഇപ്പോൾ കയറി നോക്കിയാൽ എന്ത് മാത്രം കാണാം? സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് മാത്രമേ കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്കൂൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ഒരു പേരുണ്ടാവല്ലോ, അവിടെ ഇനി എത്ര സീറ്റ് ബാക്കിയുണ്ട്, എത്ര കുട്ടി അവിടെ അഡ്മിഷൻ എടുത്തു എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഓരോ സ്കൂൾ വൈസ് ലിസ്റ്റ് ഇവിടെ കിട്ടും. എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഗവൺമെന്റ് ഒന്നും എവിടെയും മറച്ചു വെക്കുന്നില്ല. ഇനി നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെന്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, പിന്നെ അതായത് വിവിധ അലോട്ട്മെന്റുകൾ അപേക്ഷിച്ചും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ശ്രദ്ധിക്കുക, അതുപോലെ ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്തവർക്കും, അപ്പൊ ഇനിയും ഇതുവരെ ഒരു അപേക്ഷ കൊടുക്കാത്ത ആളുകൾക്കും ഇനിയും അവസരമുണ്ട്. അവസാന അവസരമാണ്. ഒരു തേർഡ് സപ്ലിമെന്റ് അലോട്ട്മെന്റ് ഇനി ആരും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് നിങ്ങൾ സെക്കൻഡ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാം സപ്ലി അലോട്ട്മെന്റ് 2020 ജൂലൈ 9 രാവിലെ 10 മണി മുതൽ അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാം സപ്ലി അലോട്ട്മെന്റ് ആയുള്ള വേക്കൻസി മറ്റു വിവരങ്ങളും 2020 ജൂലൈ 9 രാവിലെ 9 മണിക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതായത് ഏതൊക്കെ സ്കൂളിൽ വേക്കൻസീസ് ഉണ്ട് ഓൾറെഡി വീണ്ടും നിങ്ങൾ അറിയിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ഇനിയും ഏതൊക്കെ സ്കൂളുകളിൽ എത്രയൊക്കെ സീറ്റ് ഒഴിവുണ്ടെന്ന് ഓൾറെഡി എന്ത് ചെയ്യാൻ കഴിയും? വെബ്സൈറ്റിൽ രാവിലെ 9 മണിക്ക് എന്ത് ചെയ്യും കാണും കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാവാത്തവർക്കും മെറിറ്റ് കോട്ടയിൽ നിന്നും പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ, അതായത് TC വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റ് സപ്ലിമെന്ററിയോ അല്ലെങ്കിൽ സ്പോർട്സോ മാനേജ്മെന്റോ കമ്മ്യൂണിറ്റി ഏതെങ്കിലും രീതിയിലോ എവിടെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിയ ആളാണ് നിങ്ങളെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിന്റെ പുറകെ പോകണ്ട. അതൊന്നും എവിടെയും കിട്ടാത്ത ആൾക്കാണ് ഈ സപ്ലിമെന്റ് അലോട്ട്മെന്റ് നിലവിലുള്ളത്. അതിലൊരു മാറ്റമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അത്രയ്ക്കുള്ള പരിപാടി വേറെ ഒന്നുമില്ല. പിന്നെ 11-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങൾ അവസാന സമയം കൂടി നോക്കിയാൽ 11-ാം തീയതി 4 മണി വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ച് സമയമുള്ളൂ. ഇനി ഇതിന്റെ അലോട്ട്മെന്റ്, ഇതിന്റെ റിസൾട്ട് വരാണ്ട് ഫസ്റ്റ് സപ്ലിമെന്ററി റിസൾട്ട് കഴിഞ്ഞ് സെക്കൻഡ് സപ്ലിമെന്ററി റിസൾട്ട് കൂടി പിന്നെ വന്നതിന് ശേഷമായിരിക്കും എന്ത് വരിക? നിങ്ങളുടെ ട്രാൻസ്ഫർ വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതിന്റെ സർക്കുലർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ചാനൽ കാണുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.